യാത്രയിലൂടെ ലഭിക്കുന്ന അറിവുകൾ, യാത്രാനുഭവങ്ങൾ ഇവയെല്ലാം ഡയറികളായി കുറിച്ചു വയ്ക്കുന്നവരുണ്ട്. കാലം എത്ര കഴിഞ്ഞാലും ഓർമ്മകളെ തൊട്ടുണർത്താൻ ആ ഡയറിക്കുറിപ്പുകൾക്ക് കഴിയും. കേരളത്തിലെ വിവിധങ്ങളായ ടൂറിസം സ്പോട്ടുകളിലൂടെ നമ്മൾ ഒരു യാത്ര ആരംഭിക്കുകയാണ്. ആ യാത്രാനുഭവങ്ങൾ ഇവിടെ കുറിച്ചു തുടങ്ങുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയായ പാലക്കാട് പച്ചവിരിച്ച നെൽവയലുകളും ചെമ്മൺ പാതകളും കരിമ്പനകളും നിറഞ്ഞ പാലക്കാട് നമ്മെ കാത്തിരിക്കുന്നത് എണ്ണിയാലൊടുങ്ങാത്ത കാഴ്ചകളാണ്. പ്രകൃതി സൗന്ദര്യം കനിഞ്ഞനുഗ്രഹിച്ച പാലക്കാടൻ ഗ്രാമങ്ങൾ. ഈ യാത്രയിൽ നമ്മൾ ആദ്യമെത്തുന്നത് പഴമയുടെ സൗന്ദര്യവും പുതുമയുടെ കൗതുകവും ഒത്തിണങ്ങിയ ഒരിടത്തേക്കാണ്, വരിക്കാശ്ശേരി മനയിലേക്ക്. മലയാള സിനിമയുടെ തറവാടെന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്ന വരിക്കാശ്ശേരി മന 1987 നെടുമുടി വേണുവിൻ്റെ കഥയിൽ മോഹൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത തീർത്ഥം എന്ന സിനിമയിൽ പ്രധാന വേഷം ചെയ്ത നെടുമുടി വേണുവിന് ബാങ്ക് ഉദ്യോഗസ്ഥനായ ഒരു നമ്പൂതിരിയുടെ വേഷമായിരുന്നു. നായകന്റെ ഇല്ലമായി സംവിധായകൻ മോഹൻ കണ്ടെത്തിയത് ഒറ്റപ്പാലത്തിനടുത്ത മനുശ്ശേരിയിലെ ആ പ്രശസ്തമായ മനയായിരുന്നു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വരിക്കാശ്ശേരി മന. വർഷങ്ങൾ കഴിഞ്ഞ് 1993 രഞ്ജിത്തിന്റെ തിരക്കഥയിൽ IV ശശി മോഹൻലാലിനെ കേന്ദ്ര കഥാപാത്രമാക്കി ഒരു സിനിമ നിർമ്മിക്കാനുള്ള പണിപ്പുരയിലാണ്. നീലകണ്ഠൻ എന്ന കഥാപാത്രത്തിനൊപ്പം മംഗലശ്ശേരി തറവാടായി ഒരു വീട് വേണം. ചിത്രത്തിൽ നായികയായ രേവതിയുടെ അച്ഛനായി അഭിനയിക്കുന്നത് നെടുമുടി വേണുവാണ്. സിനിമാ ചർച്ചകൾക്കിടയിൽ താൻ മുൻപ് അഭിനയിച്ച തീർത്ഥം സിനിമയുടെ ലൊക്കേഷനെക്കുറിച്ച് നെടുമുടി വേണു രഞ്ജിത്തിനോടും IV ശശിയോടും പറയുന്നു. മനയെക്കുറിച്ച് അന്വേഷിച്ച ഇരുവരും പിന്നെയൊന്നും ആലോചിച്ചില്ല. അങ്ങനെ വരിക്കാശ്ശേരി മന എക്കാലത്തെയും സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായ ദേവാസുരത്തിലെ നീലകണ്ഠൻ്റെ മംഗലശ്ശേരിയായി മാറി. പിന്നീട് നടന്നതെല്ലാം ചരിത്രം. മംഗലശ്ശേരി നീലകണ്ഠനും ദേവാസുരത്തിനുമൊപ്പം വരിക്കാശ്ശേരി മനയും ശ്രദ്ധിക്കപ്പെട്ടു. ഇവിടെ ചിത്രീകരിച്ച മിക്ക സിനിമകളും ഹിറ്റ് ചാർട്ടിൽ ഇടം പിടിച്ചതോടുകൂടി വരിക്കാശ്ശേരി മനയും ഒറ്റപ്പാലവും മലയാള സിനിമയിൽ ഭാഗ്യ ലൊക്കേഷനുകളായി മാറി. പാലക്കാട് തൃശ്ശൂർ റൂട്ടിൽ ഒറ്റപ്പാലം മനുശ്ശേരിയിലാണ് വരിക്കാശ്ശേരി മന. ഏകദേശം 200-ലധികം വർഷം പഴക്കമുണ്ട് ഈ മനയ്ക്ക്. നാലുകെട്ടും നടുമുറ്റവും മട്ടുപ്പാവും തുളസിത്തറയും കുളവുമെല്ലാം സഞ്ചാരികൾക്ക് അത്ഭുതമാണ്. 3 നിലകളായാണ് നിർമ്മിതി. വാസ്തുശൈലിയൊരുക്കിയ കൊത്തുപണികൾ മുഖ്യ ആകർഷണം. മനയോട് ചേർന്ന് ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രവും അയ്യപ്പ ക്ഷേത്രവും കുളവുമുണ്ട്. വരിക്കാമാഞ്ചേരി മനയാണ് പിന്നീട് വരിക്കാശ്ശേരി മനയായി മാറിയതെന്ന് പറയപ്പെടുന്നു. വെള്ളിത്തിരയിൽ വിസ്മയങ്ങളൊരുക്കുന്ന വരിക്കാശ്ശേരി മനയിലേക്കെത്തുന്ന സഞ്ചാരികളുടെ എണ്ണം ദിനംപ്രതി കൂടിക്കൊണ്ടിരിക്കുകയാണ്. യാത്രകൾ ഇവിടെ അവസാനിക്കുന്നില്ല. നാം അറിഞ്ഞതും അറിയാത്തതുമായ സ്ഥലങ്ങളിലൂടെ കേട്ടും പറഞ്ഞും നമ്മുടെ യാത്ര തുടരും.